ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജർമ്മനി എഡ്യൂക്കേഷനെ പറ്റിയാണ്. ജർമ്മനിയിലേക്ക് വിദേശ പഠനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ട എല്ലാ ഇൻഫർമേഷനും പറയാൻ പറ്റത്തില്ല ഈ വീഡിയോയിൽ. എന്നാൽ നമ്മൾ ഹോല വേൾഡ് ജർമ്മനി സ്റ്റഡി വിസ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി അതിലേക്ക് എക്സ്റ്റെൻസീവായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഓസ്ട്രേലിയ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. 95% നമ്മൾ ഓസ്ട്രേലിയയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും മികച്ച റിസൾട്ട്സ് കേരളത്തിൽ കൊണ്ടുവരുന്ന ഏജൻസി ആണെന്ന് അഭിമാനത്തോടെ പറയാം. 100% വിസ സക്സസ്. കൂടാതെ യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറയുടെ ടൈപ്പ് റീസെൻ്റ്ലി നമുക്ക് ലഭിച്ചു. അപ്പോൾ ഇത്ര യങ് ആയിട്ടുള്ളൊരു കമ്പനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറയുടെ ടൈപ്പ് കിട്ടുന്നത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ എക്സലൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ ഒരുമാതിരി ബേസിക് ഇൻഫർമേഷൻ എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ ഈസിലി അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഈ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ എല്ലാവർക്കും പോസിബിൾ അല്ല. അതിൻ്റെ അക്കാഡമിക് ആൻഡ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എല്ലാ മികച്ച രാജ്യങ്ങളിലും ഹൈ ആണ്. പക്ഷേ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ വളരെ ഹൈ ആണ്. എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് മീറ്റ് ചെയ്യണമെന്നില്ല. അപ്പം പിന്നെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി എവിടെയാണുള്ളത്? നമുക്ക് ഫീസ് ഇല്ലാതെ അല്ലെങ്കിൽ ലോ ട്യൂഷൻ ഫീയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു എക്സലൻറ്റ് രാജ്യമാണ് ജർമ്മനി. അപ്പോൾ ആ ജർമ്മനിയെ എന്തുകൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ജർമ്മനി എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്നുള്ള ചോദ്യമായിരുന്നു ഇത്രയും നാളും. ജർമ്മനി ആപ്ലിക്കേഷൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പിള്ളേർക്ക് വിസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബലത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ജർമ്മനിയിലേക്ക് നമുക്ക് കടക്കാം. ജർമ്മനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഏതൊക്കെ വിസകളിൽ സ്റ്റുഡൻസിന് പോകാം എന്നുള്ളതാണ് ഒന്ന്. അപ്പോൾ FSJ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അത് സോഷ്യൽ വർക്ക് വോളണ്ടിയറായിട്ട് പോകുന്ന പ്രോഗ്രാമാണ്. അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. 2, നമുക്ക് ഓസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരു രീതിയാണ്. എക്സ്പീരിയൻസിലൂടെ ലേൺ ചെയ്യുന്നതാണ് ഓസ് ബിൽഡിംഗ്. ഇതൊരു എക്സാക്ട്ലി ഒരു കോഴ്സായിട്ടല്ല. ഓസ് ബിൽഡിംഗ് പ്രോഗ്രാം 3 മുതൽ 4 വർഷം വരെ സമയം എടുക്കുന്ന പ്രോഗ്രാമാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1 ഇയർ സ്റ്റേ ബാക്കും ഉണ്ട്. ആ സമയത്തിൽ നമ്മളെ ഒരാൾ സ്പോൺസർ ചെയ്ത് 2 വർഷം നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിച്ചാൽ പെർമനൻറ്റ് റെസിഡൻസിയിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു പാത്വേ ആണ് ഓസ് ബിൽഡിങ്. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അണ്ണാമല യൂണിവേഴ്സിറ്റി പഠിച്ചവർക്ക് ഒരു 6 മാസത്തേക്ക് ജോബ് സീക്കർ വിസ ജർമ്മനിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ നോക്കാം. അപ്പം ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതൊക്കെ അറിയാൻ മേലാത്തവർ തീർച്ചയായും ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാം. 4ാമത്തെ ഓപ്ഷനാണ് ഹോല വേൾഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന് ജർമ്മനി പഠിക്കാൻ പോകുന്നവർക്ക് ആപ്ലിക്കേഷൻസ് ഇടാനും എൻഡ് ടു എൻഡ് പ്രോസസ്സിൽ നമ്മുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഡൈസെക്റ്റ് ചെയ്ത് നോക്കാം. ജർമ്മനിയിൽ എത്ര യൂണിവേഴ്സിറ്റീസ് ഉണ്ട്? മൊത്തം 240 പബ്ലിക് യൂണിവേഴ്സിറ്റീസും 113 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെവിടെയാണെങ്കിലും ആപ്ലിക്കേഷൻസ് കൊടുക്കാം. അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ കൂടുതലും നമ്മൾ ആപ്ലിക്കേഷൻ പോകുന്നത് കൂടുതലല്ല, എല്ലാം ഡാഡ് എന്ന് പറയുന്ന സൈറ്റിൽ കൂടിയാണ്, DAD. അപ്പോൾ ഈ സൈറ്റിനകത്തൂടെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക, അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാം. നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലെ ആപ്ലിക്കേഷൻ കൊടുത്ത് വിസ കിട്ടിയ കുട്ടികൾ നമുക്കുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലെ പ്രോസസ്സ് സ്ട്രെയിറ്റ് ഫോർവേഡാണ്, കുറച്ചുകൂടി ഈസിയാണ്. സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസാണ് കൂടുതൽ പേര് എലിജിബിൾ ആവുക. കാരണം എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവാണ് പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. നല്ല പെർസെൻറ്റേജ് മാർക്കും അതുപോലെ നല്ല വെയിറ്റിംഗ് ടൈമും കൂടുതലാണ് ഇങ്ങനെ കിട്ടാൻ. അതുകൊണ്ടാണ് ഒരുപക്ഷെ കൂടുതലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്ക് പോകുന്നത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലെ ഫീസ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഏകദേശം 5 ലക്ഷം രൂപയൊക്കെയാണ്. 5 ആണ് മിനിമം ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന് ഒരു വർഷം വരുന്ന ഫീസ്. ആൻഡ് മാസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ 7 ലക്ഷം രൂപയും ഫീസ് വരുന്നുണ്ട്. അപ്പം ഫീസ് മാസ്റ്റേഴ്സിന് കുറച്ചുകൂടെ കൂടുതലാണ് പൊതുവേ. ഇപ്പോൾ 1.5 വർഷത്തെ പ്രോഗ്രാമുണ്ട്, 1 വർഷത്തെ ഇപ്പോൾ ഉണ്ട്, 2 വർഷത്തെ ഉണ്ട് മാസ്റ്റേഴ്സ്. ബാച്ചിലേഴ്സ് 3 വർഷവും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പം FSJ ആയിക്കോട്ടെ, ഓസ് ബിൽഡിംഗ് ആയിക്കോട്ടെ, മാസ്റ്റേഴ്സ് ബാച്ചിലേഴ്സ് ഒക്കെ ആയാലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധയിൽ വെക്കേണ്ടത്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലുള്ള എന്തെങ്കിലും ഒരു ക്യാച്ച് കാണും അല്ലേ? ഫീസില്ല നമ്മളെ പഠിപ്പിക്കാനായിട്ട്. നമ്മൾ അവരുടെ ആരും സ്വന്തക്കാരൊന്നും അല്ല അല്ലേ? ജർമ്മനിയും ഇന്ത്യയും കേരളവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ഉണ്ടോ? എന്തിനാണ് നമ്മളെയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക? അപ്പോൾ അവിടെ ശരിക്കും ലാംഗ്വേജ് ബാരിയർ എന്നുള്ളൊരു വലിയ മലയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അവരുടെ ലാംഗ്വേജ് പഠിക്കാൻ റെഡിയായിട്ട് വരുന്നവരെ ആണ് നമ്മൾ ആ രാജ്യം അതുകൊണ്ടാണ് ഈ ഫ്രീ എഡ്യൂക്കേഷനൊക്കെ തന്ന് അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അവർ ഇംഗ്ലീഷ് പഠിക്കാൻ റെഡി ആവുമല്ല അല്ലേ? അവർ ജർമ്മൻ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ A1 A2 ലെവൽ എങ്കിലും ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ പോയി ജീവിക്കാൻ തന്നെ പാടാണ്.
B1, B2 ലെവൽ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിയലി സക്സസ്ഫുൾ ആവും. അപ്പോൾ B1 ഒക്കെ ഉണ്ടെങ്കിലേ പലയിടത്തും ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. B2 ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലൊക്കെയാണ് A2 ലെവൽ വെച്ച് നമുക്ക് ഇംഗ്ലീഷ് ടീച്ചിങ് യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് കാണും. ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. സംശയമുള്ളവർ നമ്മുടെ ജർമ്മനിയുടെ പുതിയൊരു ഗൂഗിൾ ഫോം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അത് ഫില്ല് ചെയ്യുക. ഫ്യൂച്ചറിൽ നമ്മളത് വേറെ ഫോമായിട്ട് മാറ്റിയാലും എന്തായാലും ഡിസ്ക്രിപ്ഷനിലുള്ള ഫോം നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. ആ ഫോമിൽ ആ ലിങ്ക് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നമ്മുടെ ടീമിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കും. വാട്സാപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്പറും സ്ക്രീനിൽ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജർമ്മനിയുടെ കൊച്ചു കൊച്ചു സംശയങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റും ഓരോ വാലിഡ് ക്വസ്റ്റ്യനും ഞങ്ങൾ പഠിച്ച് അതിനെപ്പറ്റി വീഡിയോ ഇടുന്നതായിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഓസ്ട്രേലിയയെ പറ്റിയും വീഡിയോ ഇട്ട് നമുക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയതല്ലേ. അപ്പോൾ വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ദിസ് ഇസ് ജസ്മിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.